ഇന്ന് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം. ഇത് 300 ഗ്രാം കൊഞ്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് 300 ഗ്രാം ഉണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇപ്പോൾ അരമണിക്കൂറായി കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം 3 മിനിറ്റായി. ഇനി ഇതൊന്ന് തിരിച്ചിടാം. രണ്ട് സൈഡും മൂത്തിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 1/4 ടീസ്പൂൺ കടുക്, ഇത് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് കീറിയത്, 10 അല്ലി വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, അതെല്ലാം കൂടെ അരിഞ്ഞതാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് ഇടാം. ഒരു 40 ചെറിയ ഉള്ളിയുണ്ട്. ഇത് ഒന്ന് ചെറുതായിട്ടത് ഒന്ന് അരിഞ്ഞതാണ്. അത് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. അതിലേക്ക് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിക്കാം. ഉപ്പ് പോരാങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് പറ്റുന്ന വരെ കുക്ക് ചെയ്യാം. ഇനി കൊഞ്ച് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇടാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പം 2 മിനിറ്റായി. ഓഫാക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിക്കാം. ഇതിപ്പോൾ അരമണിക്കൂറായി എടുത്തിട്ട് അരമണിക്കൂറായി ഓഫാക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സവാളയൊന്നും ചേർക്കാതെ ചെറിയ ഉള്ളി മാത്രം ചേർത്തുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ്.